നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലിപ്പിംഗ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ് ഓപ്പറേഷൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ക്ലിപ്പിംഗ് എസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലിപ്പിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എനി പ്രൊസീജിയർ ദാറ്റ് ഐഡൻറ്റിഫൈസ് ദോസ് പോർഷൻസ് ഓഫ് എ പിക്ചർ ദാറ്റ് ആർ എയ്തർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് എ സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസ് ഇസ് റെഫേർഡ് ടു ആസ് ക്ലിപ്പിംഗ് അൽഗോരിതം ഓർ ക്ലിപ്പിംഗ്. അതായത് ഒരു പിക്ചർ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഡയമെൻഷണൽ വ്യൂവിംഗ് അല്ലെങ്കിൽ വിൻഡോ വ്യൂ പോർട്ട് എന്നുള്ള കൺസെപ്റ്റിനകത്ത് നമ്മൾ എന്ത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്ത് പിക്ചർ എടുത്താലും അതൊരു പർട്ടിക്കുലർ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ വിൻഡോയ്ക്കകത്താണ് എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മൾ എടുക്കുന്ന ഏത് പിക്ചറും ആ വിൻഡോയ്ക്കകത്തായിരിക്കണം. അപ്പോൾ ചില കേസിൽ വലിയ പിക്ചർ ആണെങ്കിൽ പിക്ചറിൻ്റെ കുറച്ച് ഭാഗം വിൻഡോയ്ക്ക് വെളിയിൽ പോകാം, അല്ലേ? കുറച്ച് ഭാഗം ഉള്ളിലും കുറച്ച് ഭാഗം വെളിയിലുമായിട്ട് വരാം. അപ്പം നമ്മൾ അത് ഉള്ളിലാണോ വെളിയിലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ക്ലിപ്പിംഗ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു പിക്ചറിൻ്റെ പോർഷൻ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ഒരു സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഓപ്പറേഷനാണ് ക്ലിപ്പിംഗ്. ഇവിടുത്തെ സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോയാണ് കേട്ടോ. അപ്പോൾ വിൻഡോയ്ക്കകത്ത് ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ വിൻഡോ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണ്. ആ സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ വിൻഡോയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പിക്ചർ എന്ന് പറയുന്നത് വിൻഡോയ്ക്ക് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ വിൻഡോയ്ക്ക് പറയുന്ന പേരാണ് ക്ലിപ്പ് വിൻഡോ. ഇനി ഈ ക്ലിപ്പിംഗ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ക്ലിപ്പിംഗ് ഇൻക്ലൂഡ് എക്സ്ട്രാക്ടിങ് പാർട്ട് ഓഫ് എ ഡിഫൈൻഡ് സീൻ ഫോർ വ്യൂവിംഗ് ഓർ ഐഡൻറ്റിഫൈങ് വിസിബിൾ സർഫസസ് ഇൻ 3 ഡയമെൻഷണൽ വ്യൂസ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മെയിനായിട്ടും ക്ലിപ്പിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചറിൻ്റെ ഒരു പാർട്ടിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അതായത് അവിടുന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കാണണം. അല്ലെങ്കിൽ നമ്മളൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഓരോ സർഫസുകളായിട്ട് നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ക്ലിപ്പിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുക. ഇനി ക്ലിപ്പിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്ന് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. We want to display only those picture parts that are within the window area and everything outside the window is discarded. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അതായത് വിൻഡോയ്ക്കുള്ളിൽ വരുന്ന പിക്ചർ മാത്രം അല്ലെങ്കിൽ പിക്ചർ പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിപ്പ് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ വിൻഡോയ്ക്കുള്ളിൽ വരുന്നതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മാത്രം നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. വിൻഡോയ്ക്ക് വെളിയിലേക്ക് വരുന്ന എല്ലാ പോർഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കാർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇത്രയും ക്ലിപ്പിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ക്ലിപ്പിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ആ പിക്ചറിനെ നമ്മളൊരു സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസ് വെച്ച് നോക്കി ആ പിക്ചർ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പിംഗ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ് അൽഗോരിതം യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഇങ്ങനെ ഒരു പിക്ചറിനെ ക്ലിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് ക്ലിപ്പ് വിൻഡോ എന്ന് പറയും. ആ വിൻഡോയ്ക്കുള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. വിൻഡോയ്ക്ക് വെളിയിലേക്ക് പോകുന്ന എല്ലാ ഭാഗത്തിനെയും നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. അതാണ് ക്ലിപ്പിങ്ങിൻ്റെ മെയിൻ എയിം. അപ്പോൾ ഇത്രയും ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് പഠിക്കുക. ഇനി ക്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്സ് അല്ലെങ്കിൽ ക്ലിപ്പിങ്ങിൻ്റെ അൽഗോരിതംസ് എന്ന് പറയുന്നത് 5 ടൈപ്പാണുള്ളത്. പോയിൻ്റ് ക്ലിപ്പിംഗ്, ലൈൻ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് ക്ലിപ്പിംഗ്, ഏരിയ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ പോളിഗൺ ക്ലിപ്പിംഗ്, കർവ് ക്ലിപ്പിംഗ്, ടെക്സ്റ്റ് ക്ലിപ്പിംഗ്. ഇത്രയുമാണ് അവൈലബിൾ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്ലിപ്പിംഗ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. എന്താണ് പോയിൻ്റ് ക്ലിപ്പിംഗ്? പേരിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തിനാണ് ഇവിടെ നമ്മൾ ക്ലിപ്പ് ചെയ്യുക? പോയിൻറ്റിനെയാണല്ലേ. അപ്പോൾ നമ്മളൊരു വിൻഡോയ്ക്കകത്താണ് പോയിൻ്റ് ഉള്ളതെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. വിൻഡോയ്ക്ക് വെളിയിലാണ് പോയിൻ്റ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഡിസ്കാർഡ് ചെയ്യും. അതാണ് ക്ലിപ്പിങ്ങിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വിൻഡോയ്ക്കുള്ളിലുള്ളതെല്ലാം മാത്രം ഡിസ്പ്ലേ ചെയ്യുക, വിൻഡോയ്ക്ക് വെളിയിലുള്ളതിനെ എല്ലാം ഡിസ്കാർഡ് ചെയ്ത് കളയുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ പറഞ്ഞിരിക്കുന്നത് അസ്യൂമിങ് ദാറ്റ് ദ ക്ലിപ്പ് വിൻഡോ ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ക്ലിപ്പ് വിൻഡോ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് അസ്യൂം ചെയ്യുക. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? പോയിൻ്റ് ക്ലിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് ക്ലിപ്പ് വിൻഡോയ്ക്കുള്ളിലാണോ, അതായത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കണ്ടോ? ക്ലിപ്പ് വിൻഡോ ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ സ്റ്റാൻഡേർഡ് പൊസിഷൻ
എ പോയിന്റ് പി ഈക്വൽ ടു എക്സ് കോമ വൈ ഫോർ ഡിസ്പ്ലേ ഇഫ് ദ ഫോളോയിങ് ഇൻഇക്വാലിറ്റീസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, പി ഈക്വൽ ടു എക്സ് കോമ വൈ എന്നുള്ളൊരു കോർഡിനേറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ് കോമ വൈ എന്നുള്ള കോർഡിനേറ്റ് ആണ് ഇവിടുത്തെ പി, അതായത് പി ഈക്വൽ ടു എക്സ് കോമ വൈ ആണ്. അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുമ്പേ വരച്ച ആ വിൻഡോ ഒന്ന് ആലോചിച്ച് നോക്കുക. റെക്റ്റാങ്കിളിനെ എപ്പോഴും നമ്മൾ വരച്ചിട്ട് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ സൈഡിൽ റെക്റ്റാങ്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എക്സ് ഡബ്ല്യു മിന്നും അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ എൻഡിങ് പൊസിഷൻ എക്സ് ഡബ്ല്യു മാക്സും ആണ് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എക്സ് കോർഡിനേറ്റിൽ എക്സ് ഡബ്ല്യു മിന്നും എക്സ് മാക്സും ആണ്. അപ്പം നമുക്കിവിടെ എന്ത് ചെക്ക് ചെയ്താൽ മതി? പോയിൻ്റ് ആ വിൻഡോയ്ക്കുള്ളിൽ വരണമെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എങ്ങനെയായിരിക്കണം? എക്സ് ഡബ്ല്യു മിന്നിനും എക്സ് ഡബ്ല്യു മാക്സിനും ഇടയ്ക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം അല്ലേ. അതാണ് ഈ തന്നിരിക്കുന്നത്. കണ്ടോ, എക്സ് ഡബ്ല്യു മിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മാക്സ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലിപ്പ് വിൻഡോയാണ്. ക്ലിപ്പ് വിൻഡോ അല്ലെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ എക്സിൻ്റെ സ്റ്റാർട്ടിങ് എക്സ് ഡബ്ല്യു മിന്നും എക്സിൻ്റെ എൻഡിങ് എക്സ് ഡബ്ല്യു മാക്സും ആണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കോർഡിനേറ്റിനകത്ത് എക്സ് ഈ രണ്ടെണ്ണത്തിന് ഇടയ്ക്ക് വേണം വരാൻ. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിന് ഉള്ളിലാണ്. ഇനി കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ് അപ്പോൾ എങ്ങനെ വരണം? കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വൈ വാല്യൂസ് ഉണ്ടല്ലേ റെക്റ്റാങ്കിളിന്. സ്റ്റാർട്ടിങ് വൈ വാല്യൂ വൈ ഡബ്ല്യു മിന്നും അതുപോലെ തന്നെ എൻഡിങ് വൈ വാല്യൂ എന്താണ്? വൈ ഡബ്ല്യു മാക്സും ആണ്. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ വൈ വാല്യൂ റെക്റ്റാങ്കിളിനുള്ളിൽ ഇൻസൈഡ് വരണമെങ്കിൽ എങ്ങനെ വരണം? വൈ ഡബ്ല്യു മിന്നിനും വൈ ഡബ്ല്യു മാക്സിനും ഇടയ്ക്കായിരിക്കണം വൈ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ നോക്കിയേ, വൈ ഡബ്ല്യു മിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഡബ്ല്യു മാക്സ്. ഇപ്പോൾ ആ ക്ലിപ്പ് വിൻഡോയുടെ എഡ്ജസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എക്സ് ഡബ്ല്യു മിൻ എക്സ് ഡബ്ല്യു മാക്സ് വൈ ഡബ്ല്യു മിൻ വൈ ഡബ്ല്യു മാക്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ രണ്ട് എഡ്ജസിനും ഉള്ളിലാണ് എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് എങ്കിൽ എന്താണ്? ആ പോയിൻറ്റിനെ നമുക്ക് ക്ലിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ക്ലിപ്പ് വിൻഡോയുടെ ഉള്ളിലാണോ വെളിയിലാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പോയിൻ്റ് എന്ന് പറയുന്നത് പി ഈക്വൽ ടു എക്സ് കോമ വൈ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എക്സിൻ്റെ മിനിമം മാക്സിമം വാല്യൂവിനുള്ളിലും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് വൈ വാല്യൂ വൈയുടെ മിനിമം മാക്സിമം വാല്യൂവിന് ഉള്ളിലാണെങ്കിൽ ആ കറസ്പോണ്ടിങ് പോയിൻ്റ് എങ്ങനെയായിരിക്കും? ആ വിൻഡോയ്ക്ക് ഇൻസൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ അത് വിൻഡോയ്ക്ക് ഔട്ട്സൈഡാണ്. നമുക്കതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. ഇതാണ് പോയിൻ്റ് ക്ലിപ്പിംഗ്. ഈ ഇൻഇക്വാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ പോയിൻറ്റിനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്ലിപ്പിംഗ് ആണ് ലൈൻ ക്ലിപ്പിംഗ്. അപ്പോൾ ലൈൻ ക്ലിപ്പിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഒരു വിൻഡോ അല്ലെങ്കിൽ ക്ലിപ്പ് വിൻഡോയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. റെക്റ്റാങ്കിളിന് ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മളതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയേ, ഫിഗർ 6.7 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ലൈൻ ക്ലിപ്പിംഗ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇതാണ് നമ്മുടെ 6.7 എന്നുള്ള ഫിഗർ. ഇത് ബിഫോർ ക്ലിപ്പിംഗ് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് കുറച്ച് ലൈൻസ് ഉള്ളിലാണ്, കുറേ ലൈൻസ് വെളിയിലാണ്, കുറച്ച് ലൈൻസിൻ്റെ പകുതി ഉള്ളിലും പകുതി വെളിയിലുമാണ് അല്ലേ. നോക്കിയേ, ഇപ്പോൾ ഈ വിൻഡോയ്ക്ക് വെളിയിലുള്ളത് ഏതാണ്? P9 P10 കണ്ടോ, ആ വലിയ ലൈൻ. അതിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ക്ലിപ്പിങ്ങിനകത്ത് നമ്മുടെ എയിം എന്താണ്? ക്ലിപ്പ് വിൻഡോയ്ക്കുള്ളിൽ വരുന്നതിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. വിൻഡോയ്ക്ക് വെളിയിൽ വരുന്നതിനെ എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് P9 P10 എന്ന് പറയുന്നത് ഡിസ്കാർഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി വിൻഡോയ്ക്കുള്ളിൽ വന്നിരിക്കുന്ന നോക്കിയാൽ P1 P2 പറ്റും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത ഒരു ലൈൻ നോക്കിയാൽ P3 P4 ഇതും വെളിയിലാണ് വന്നിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്ത് കളയാം. ഇനി അടുത്ത രണ്ട് ലൈൻസ് നോക്കിയേ, P5 P6 എന്ന് പറയുന്നത് നോക്കിയേ, കുറച്ച് ഭാഗം വെളിയിലും ബാക്കി ഉള്ളിലുമാണ് അല്ലേ. ഇനി P7 P8 നോക്കിയേ, കുറച്ച് ഭാഗം വെളിയിലും ബാക്കി ഉള്ളിലുമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോയ്ക്കുള്ളിൽ വരുന്നത് മാത്രം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നിൽക്കുന്നതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുക. നോക്കിയേ, ആഫ്റ്റർ ക്ലിപ്പിങ്ങിൻ്റെ ഫിഗറാണിത്. കണ്ടോ, ആഫ്റ്റർ ക്ലിപ്പിംഗ് ആണ്. P1 P2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരുന്നല്ലോ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി നോക്കിയേ, P9 P10 P3 P4 വെളിയിലായിരുന്നു. അതിപ്പോൾ ഇവിടെ ഉണ്ടോ? കണ്ടോ, അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് നോക്കിയേ, അടുത്ത ലൈനിൽ P5 P6 P5ൻ്റെ പകുതി വെളിയിലാണല്ലേ. അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടോ, ആ ലൈനെ വരെ മുട്ടി നിൽക്കുന്ന കണ്ടോ, റെക്റ്റാങ്കിളെ വരെ. ആ റെക്റ്റാങ്കിളെ മുട്ടി നിൽക്കുന്നിടം വരെയുള്ള ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കണ്ടോ, റെക്റ്റാങ്കിളെ മുട്ടി നിൽക്കുന്ന ഭാഗം വരെ എടുക്കുക, ബാക്കി ഡിസ്കാർഡ് ചെയ്ത് കളയുക. ഇനി ആ ലൈനിൻ്റെ വെളിയിൽ നമ്മൾ കാണിച്ചിരുന്ന എൻഡ് പോയിൻ്റ് ആയിരുന്നു P5. P5 എന്ന് പറയുന്ന പോയിൻ്റ് ഇപ്പോൾ പോയല്ലോ.
അപ്പോൾ റെക്റ്റാങ്കിൾ മുട്ടി നിൽക്കുന്നത് വരെ ഉള്ളൂ. അപ്പോൾ അത് പുതിയ പോയിൻ്റാണ്. അതിനെ നമ്മൾ എന്താക്കി P5 ഡാഷ് ആക്കി. അപ്പം നമ്മളിങ്ങനെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിനെ എപ്പോഴും കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു ഡാഷ് കൊടുത്തിട്ടാണ് പുതിയ പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് നോക്കിയാൽ P7 P8 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, വെളിയിലേക്ക് നിൽക്കുന്ന രണ്ട് പോർഷനും കട്ട് ചെയ്യും, പോയിട്ട് ഉള്ളിലുള്ളത് മാത്രം എടുക്കും. അപ്പോൾ പുതിയ രണ്ട് എൻഡ് പോയിൻ്റ് അല്ലേ വരിക, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? P7 പുതിയ എൻഡ് പോയിൻ്റ് വരുമ്പോൾ P7 ഡാഷ് P8 ഡാഷ് വരും. കണ്ടോ, P7 ഡാഷ് P8 ഡാഷ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലൈൻ നമ്മൾ ക്ലിപ്പ് ചെയ്തെടുക്കുക. വിൻഡോയ്ക്കുള്ളിൽ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾക്കതിനെ അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്കതിനെ ഡിസ്കാർഡ് ചെയ്യാം. ഇനി കുറച്ച് ഭാഗം ഉള്ളിലും കുറച്ച് ഭാഗം വെളിയിലുമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളതിൻ്റെ ഇൻ്റർസെക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ലൈനിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ലൈൻ നോക്കുക. എ ലൈൻ ക്ലിപ്പിംഗ് പ്രൊസീജിയർ ഇൻവോൾവ്സ് സെവറൽ പാർട്സ്. ഫസ്റ്റ് വി ക്യാൻ ടെസ്റ്റ് എ ഗിവൺ ലൈൻ സെഗ്മെൻറ്റ് ടു ഡിറ്റർമൈൻ വെദർ ഇറ്റ് ലൈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ക്ലിപ്പിംഗ് വിൻഡോ. ഇഫ് ഇറ്റ് ഡസ് നോട്ട്, വി ട്രൈ ടു ഡിറ്റർമൈൻ വെദർ ഇറ്റ് ലൈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ വിൻഡോ. Finally, if we cannot identify line as completely inside or outside, we must perform intersection calculation with the clipping boundaries. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ലൈൻ ക്ലിപ്പിങ്ങിൻ്റെ പ്രൊസീജിയർ. അതായത് ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഒന്നാമത് ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, തന്നിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണോ, വിൻഡോയ്ക്ക് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. രണ്ടാമത് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ലൈന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണോ എന്ന് നോക്കുക. കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മളതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുവാണ് ചെയ്യുക. ഇനി മൂന്നാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഒരു ലൈൻ നമുക്ക് കംപ്ലീറ്റ്ലി ഇൻസൈഡും അല്ല കംപ്ലീറ്റ്ലി ഔട്ട്സൈഡും അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നു എന്നാണ് മീനിങ്. ആ കേസിൽ നമ്മൾ ക്ലിപ്പിങ്ങിൻ്റെ ബൗണ്ടറിയിൽ വെച്ചിട്ട് ഇൻ്റർസെക്ഷൻ കാൽക്കുലേഷനാണ് പെർഫോം ചെയ്യുക. അത്രയുമാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ്. ഇനി ഇൻ്റർസെക്ഷൻ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർ എ ലൈൻ സെഗ്മെൻറ്റ് വിത്ത് n points x1 y1 ആൻഡ് x2 y2 ആൻഡ് one or both n points outside the clipping rectangle, the parametric representation. അപ്പോൾ നമുക്കൊരു ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈനിന് 2 എൻ പോയിൻ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, x1 y1 x2 y2. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇൻസൈഡും അല്ല കംപ്ലീറ്റ്ലി ഔട്ട്സൈഡും അല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു എൻഡ് അല്ലെങ്കിൽ 2 എൻഡ്സും ഈ ബൗണ്ടറിയെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ എക്സ് വൈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ എക്സ് വാല്യൂ ഈക്വൽ ടു, ഇവിടെ ഈ PDF-നകത്തൊരു ഇച്ചിരി ബ്ലറായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പുതിയ എക്സ് വാല്യൂ ഈക്വൽ ടു x1 പ്ലസ് യു ഇൻറ്റു x2 മൈനസ് x1, y ഈക്വൽ ടു y1 പ്ലസ് യു ഇൻറ്റു y2 മൈനസ് y1. അതായത് രണ്ടിടത്തും നമ്മൾ യു എന്ന് പറയുന്ന ഒരു കോമൺ ഇൻ്റർസെക്ഷൻ വാല്യൂ എടുക്കുവാണ്. ഇനി യു എടുത്തിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യുവിൻ്റെ വാല്യൂവിൻ്റെ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഈ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ മാത്രമേ നമുക്ക് യു ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ യുവിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ ക്ലിപ്പിംഗ് ബൗണ്ടറിയുമായിട്ട് കോർഡിനേറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ യുവിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കണം വരുന്നതെന്ന് പറഞ്ഞു യുവിൻ്റെ വാല്യൂ. ഇനി ഔട്ട്സൈഡ് ദ റേഞ്ച് ആണെങ്കിൽ 0യും 1ഉം കഴിഞ്ഞ് വേറെ അതിന് ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ലൈനിനെ നമുക്കൊരിക്കലും ബൗണ്ടറിയിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി യുവിൻ്റെ റേഞ്ച് 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ക്ലിപ്പിംഗ് ഏരിയയെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമുക്കതിൻ്റെ ബൗണ്ടറി എഡ്ജിനെ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയുമാണ് ഇൻ്റർസെക്ഷനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ വാല്യൂ ഓഫ് യു ഫോർ ആൻ ഇൻ്റർസെക്ഷൻ വിത്ത് എ റെക്റ്റാങ്കിൾ ബൗണ്ടറി എഡ്ജ് ഈസ് ഔട്ട്സൈഡ് ദ റേഞ്ച് 0 to 1, ദ ലൈൻ ഡസ് നോട്ട് എൻ്റർ ദ ഇൻറ്റീരിയർ ഓഫ് ദ വിൻഡോ. അതായത് 0യ്ക്കും 1നും വെളിയിലുള്ള റേഞ്ചാണ് വരുന്നതെങ്കിൽ ആ ലൈനിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരിക്കലും നമുക്കതിനകത്ത് വിൻഡോയ്ക്കകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി 0യ്ക്കും 1നും ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമുക്കതിനകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത്രയുമാണ് ലൈൻ ക്ലിപ്പിംഗ്.
അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യങ്ങളെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ലൈൻ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണോ ആണെങ്കിൽ നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. രണ്ടാമത്തേത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണോ ആണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുക. ഇനി ഏതെങ്കിലും ഒരെൻഡോ അല്ലെങ്കിൽ 2 എൻഡ്സോ കംപ്ലീറ്റ്ലി ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ അതിൻ്റെ മീനിങ് അത് ഇൻ്റർസെക്ഷൻ ആണ്. ആ കേസിൽ നമ്മൾ എക്സിൻ്റെയും വൈയുടെ ഇൻ്റർസെക്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ഇക്വേഷനാണ് x = x1 + u × x2 - x1, y = y1 + u × y2 - y1. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യുവിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അപ്പോൾ ഈ 0യ്ക്കും 1നും ഇടയ്ക്കാണ് യുവിൻ്റെ വാല്യൂ എങ്കിൽ മാത്രം നമുക്ക് എന്താണ് ആ ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ വിൻഡോയ്ക്കുള്ളിലാണെന്ന് അസ്യൂം ചെയ്യാം. അല്ല എങ്കിൽ ഇൻ്റർസെക്ഷൻ വെളിയിലാണ്, നമുക്കതിനെ ഡിസ്കാർഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ലൈൻ ക്ലിപ്പിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ.